ദ ക്ലിപ്പ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പറയുന്നത് കോട്ടയത്തെ ഒരുമ എന്ന പെൻഷൻ കൂട്ടായ്മയെക്കുറിച്ചാണ്. ഈ സംഘടനയുടെ സവിശേഷത ഇതിലെ ബഹുഭൂരിപക്ഷം അംഗങ്ങളും ഹെൽത്ത് സർവീസിൽ നിന്ന് വിരമിച്ച നഴ്സുമാരാണ് എന്നതാണ്. ഒരുമ എന്ന സംഘടനയെ അതിൻ്റെ ഒരുമ നഷ്ടപ്പെടാതെ കൂട്ടിയിണക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതിൻ്റെ പ്രസിഡൻ്റായ ശ്രീ ജോർജ് തോമസ് സാറും രക്ഷാധികാരിയായ ശ്രീ തങ്കപ്പൻ സാറുമാണ്. ഒരുമ 10ാം വാർഷികം പിന്നിട്ട് മുന്നോട്ട് പോവുകയാണ്. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഈ സംഘടനയെക്കുറിച്ച് പ്രസിഡൻ്റായ ശ്രീ ജോർജ് തോമസിൻ്റെ വാക്കുകളും അതിലെ അംഗങ്ങളുടെ അനുഭവ ഓർമ്മകളും 10ാം വാർഷികത്തിൽ അവരവതരിപ്പിച്ച പരിപാടികളിലെ ക്ലിപ്പിങ്ങുകളുമാണ് കാണിക്കുന്നത്. ഒരുമ നമുക്ക് നൽകുന്ന സന്ദേശം വിരമിക്കലിന് ശേഷവും ഉത്സാഹഭരിതമായ ഒരു ജീവിതം സാധ്യമാണ് എന്നതാണ്. വീഡിയോ ഇഷ്ടമാകുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുമ എന്ന പെൻഷൻ കൂട്ടായ്മ 10 വർഷം മുമ്പാണ് രൂപീകരിച്ചത്. പെൻഷനിൽ പിരിഞ്ഞു കഴിഞ്ഞാൽ സഹപ്രവർത്തകർ തമ്മിലുള്ള ബന്ധം വിട്ടുപോകുന്നു എന്ന ഒരു യാഥാർത്ഥ്യം കണക്കിലെടുത്ത് ആ സൗഹൃദങ്ങൾ വിട്ടുപോകാത്ത തരത്തിൽ ഒരു കൂട്ടായ്മ ഉണ്ടാക്കുകയാണ് ചെയ്തത്. സൗഹൃദം, സാന്ത്വനം, സാഹിത്യം, സംഗീതം, സഞ്ചാരം, ഇങ്ങനെ 5 സായിലാണ് ഞങ്ങളുടെ പരിപാടികൾ കേന്ദ്രീകരിക്കുന്നത്. നമ്മളുടെ പരിപാടികൾ, ഞങ്ങളുടെ എന്നാണ് ഇടയ്ക്കെല്ലാം പറയുന്നത്, അതങ്ങനെയല്ല. ഞങ്ങളുടെ പരിപാടികൾ, നമ്മുടെ പരിപാടികൾ കേന്ദ്രീകരിക്കുന്നത് ഈ 5 സായും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. സംഗീതം, അത് പാടാൻ അറിയാൻ മേലാത്തവർ ഇവിടെ വന്ന് പാട്ടുകാരായി നൃത്തം ചെയ്യാൻ നാണിച്ചു നിന്നവരൊക്കെ ഇപ്പം നല്ലപോലെ നൃത്തം ചെയ്യുന്നുണ്ട്. പ്രസംഗിക്കാൻ അറിയാൻ വയ്യാത്തവർ എല്ലാ മാസത്തെ യോഗത്തിലും അവരുടെ അടുത്ത് മൈക്ക് കൊടുക്കും. എല്ലാവർക്കും മൈക്ക് കൊടുക്കും. ഇപ്പം പല ആളുകളും പറഞ്ഞു ഞങ്ങൾക്കൊക്കെ ഇപ്പം പ്രസംഗിക്കാൻ കഴിയുന്നുണ്ടെന്ന്. നമ്മുടെ ഈ കൂട്ടായ്മയിലുള്ള കൂടുതൽ പേരും നേഴ്സസ് വിഭാഗത്തിൽപ്പെട്ടവരാണ്. അവരൊന്നും യാത്രയൊന്നും അധികം പോയിട്ടില്ലായിരുന്നു. അപ്പം നമ്മുടെ ഈ കൂട്ടായ്മ തുടങ്ങിക്കഴിഞ്ഞ് 10 വർഷം കൊണ്ട് ഏതാണ്ട് 60-ൽ പരം യാത്രകൾ സംഘടിപ്പിച്ചു. കേരളത്തിലെ സ്ഥലങ്ങളെല്ലാം തീർന്നു കഴിഞ്ഞപ്പോൾ ഇപ്പം ഞങ്ങൾ സ്റ്റേറ്റിന് വെളിയിലേക്കാണ്. കാശ്മീരിൽ പോയി, തായ്ലൻഡിൽ പോയി, ഉടനെ ഹൈദരാബാദിൽ പോവും, ഉടനെ ഗോവയ്ക്ക് പോവും. അങ്ങനെ കേരളത്തിലെ സ്ഥലങ്ങളൊക്കെ തീർത്ത് പുറത്തേക്ക് ഇതിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുകയാണ്. അപ്പോൾ ഇതിലെല്ലാം പോകാൻ ആളുകളുണ്ട്. ആരെയും നിർബന്ധിച്ചൊന്നും കൊണ്ടുപോകുന്നതല്ല. ഒരിടത്ത് പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പങ്കെടുക്കാൻ ആളുകൾ സ്വയമേവ മുന്നോട്ട് വരികയാണ്. ഈ 10 വർഷത്തിനിടെ പിരിവൊന്നും നടത്തിയിട്ടില്ല. പിരിവില്ലാതെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഈ 10 വർഷത്തെ പരിപാടിയും സ്പോൺസർഷിപ്പിലാണ് നടന്നത്. ഓരോ മാസത്തെ പരിപാടി ഞാൻ സ്പോൺസർ ചെയ്തോളാവുന്ന ആളുകൾ സ്വമേധയാ മുന്നോട്ട് വന്ന് പറയും. ഓരോ വർഷവും ആരംഭിക്കുന്ന സമയത്ത് തന്നെ 12 മാസത്തെ സ്പോൺസർഷിപ്പ് ഒറ്റ മീറ്റിങ്ങിൽ തന്നെ ലഭിച്ചിരിക്കും. ആരും ആരോടും ഒന്നും പറയണ്ട. അപ്പോൾ അങ്ങനെ ഈ 10 വർഷം കഴിഞ്ഞപ്പം ഇപ്പം നമ്മളൊരു തീരുമാനം എടുത്തു. ഈ സ്പോൺസർഷിപ്പ് ഇനി അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട, ആളുകൾക്കത് ബുദ്ധിമുട്ടായാലോ എന്ന് തോന്നി. ഇപ്പോൾ ഇനിയുള്ള പരിപാടികൾക്കുള്ള സാമ്പത്തികമെല്ലാം ഇതിനോടകം നമ്മൾ സ്വരൂപിച്ചു. അതിനൊക്കെ ബന്ധപ്പെട്ട ആളുകളെ ആ പൈസയൊക്കെ ഏൽപ്പിച്ച് ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം പൈസ ഈ കൂട്ടായ്മയെ സംബന്ധിച്ച് ഒരു പ്രശ്നമേ അല്ലാതായിത്തീർന്നു. താലേ തിരിഞ്ഞും മറിഞ്ഞും തൻ താമരമെത്തയിലൂന്നും മയക്കം വരാതെ മാനത്തു കിടക്കുന്നു
മധുമാസ സുന്ദര ചന്ദ്രലേഖ. ഞാൻ 2 ലൈൻ സന്തോഷം കൊണ്ട് പാടിയതാ. ഞാൻ ഈ സംഘടന വന്നിട്ടിപ്പോൾ 4 വർഷമായി. ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് റിട്ടയറായി, കോവിഡ് സമയത്ത് റിട്ടയറായി കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ വീട്ടിൽ തന്നെ ഇരുന്ന് മുരടിച്ചിരുന്നൊരു സമയത്ത് ഒരു ഫ്രണ്ട് മുഖാന്തരം ഞാൻ ഈ സംഘടനയിൽ അംഗമാകുന്നത്. അപ്പം എല്ലാ മാസവും ഞങ്ങൾക്കൊരു ഗെറ്റ് ടുഗദർ ഉണ്ട്. അത് വളരെ എല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ട്. രാവിലെ ഏതെങ്കിലും ഒരു ഹോളിൽ വെച്ചായിരിക്കും. ഇപ്പോൾ ഞങ്ങൾ പെർമനൻ്റായിട്ടൊരു ഹോളിലാണ് കൂടുന്നത്. കോട്ടയത്തുള്ള ഒരു ഹോളിൽ രാവിലെ 10 മുതൽ അല്ലെ 10:30 മുതൽ 4 മണി വരെ ഒരു 50 പേരോളം കാണും. വളരെ സ്നേഹത്തോടും സൗഹാർദ്ദത്തോടും അവിടെ തമാശകൾ പറഞ്ഞും ചിരിച്ചും ഡാൻസ് കളിച്ചും ഒരു വരി പാട്ട് പോലും മൂളുകയായിരുന്നവരെ പാട്ടുകാരായി, ഡാൻസുകാരായി. പിന്നെ ഞങ്ങളുടെ ഈ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും അട്രാക്റ്റീവായിട്ടുള്ള ഒരു ഇതെന്ന് പറയുന്നത് സഞ്ചാരമാണ്. അപ്പം സഞ്ചാരത്തിൽ കൂടെ ഞങ്ങൾ ഒരുപാട് സ്ഥലങ്ങൾ ഗ്രൂപ്പായിട്ട് പോയി കാണാനും അവിടെ എൻജോയ് ചെയ്യാനും ദിവസങ്ങൾ സ്റ്റേ ചെയ്യാനും എല്ലാം സാധിച്ചു. ഞാൻ ഒരുമയിൽ വന്നിട്ട് ഇപ്പോൾ 5ാമത്തെ വർഷമാണ്. ഭയങ്കര സന്തോഷം, ഹാപ്പിയാണ്. അതുപോലെ ടൂറുകൾ നമ്മൾ വീട്ടിൽ നിന്നും അധികം ടൂറിനൊന്നും പോകാറില്ല. ഡ്യൂട്ടി ഇരുന്ന സമയത്താണെങ്കിൽ അധികം നമുക്കെപ്പോഴും തിരക്കുകൾ, വീട്ടിലെ കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ്. ഇപ്പം പെൻഷൻ ആയി കഴിഞ്ഞപ്പോൾ ഇങ്ങനെയൊരു ഗ്രൂപ്പ് ഉള്ളത് കൊണ്ട് നമ്മൾ മാസത്തെ ടൂറിന് പോകുന്നു. അങ്ങനെ എല്ലാ മാസവും തന്നെ മിക്ക ടൂറിനും ഞാൻ ഇതിനകത്ത് ജോയിൻ ചെയ്യുന്നുണ്ട്. ഒരു വർഷം റിട്ടയർമെൻറ്റിന് ശേഷം മൗനത്തിൻ്റെ വാൽമീകത്തിലേക്ക് കൂട് കിട്ടുമായിരുന്നു ഞങ്ങളെയൊക്കെ. ഇത്രയും ഒരു മുകളിലേക്ക് നയിച്ചത് ഈ സംഘടനയാണ്. ഇന്നിപ്പോൾ തന്നെ ഞാൻ 2 മാസത്തോളം വീട്ടിൽ നിന്ന് ആ മതിലിന് വെളിയിൽ ഇറങ്ങാതെ ഒരു അസുഖത്തിലായിരുന്നു. ഇന്നൊരു പരീക്ഷണാർത്ഥം ഇവിടെ വന്നു. സത്യം പറഞ്ഞാൽ എൻ്റെ അസുഖം ഒരു 75% ഇത്രയും നേരം കൊണ്ട് കുറഞ്ഞു. അങ്ങനെ ഒരു സംഘടനയാണിത്. ഒരുമ തന്നെ. ചിന്തകളിൽ എപ്പോഴും നിന്റെ ഈ പുഞ്ചിരി ഒന്നു മാത്രം. ഒരുമയിലെ അരുമകളാണ് ഞങ്ങൾ. നമ്മുടെ ജോർജ് സാറിൻ്റെ സന്തോഷത്തോടെയുള്ള ഈ ഒരുമ കൂട്ടായ്മ ഞങ്ങളെല്ലാവരും ഭയങ്കരമായിട്ട് ആസ്വദിക്കുന്നുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഈ സംഘടനയിൽ വന്നു ചേരുന്നത്. എൻ്റെ കൂട്ടുകാരി രാധാമണി എൻ്റെ വീട്ടിൽ വന്നതിന് ഇവിടെ വരുന്ന പറ്റി സംസാരിച്ചു. എനിക്ക് ആകെ മാനസികമായിട്ടും സാമ്പത്തികമായിട്ടുമൊക്കെ ഞാൻ ബുദ്ധിമുട്ടിലായിരുന്നു. എങ്കിലും പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്കൊന്ന് വരണമെന്ന് തോന്നി. ഞാൻ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. അപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി. ഇവിടെ വരുന്നു എല്ലാവരും അത് കാണാനും കേൾക്കാനും ഒക്കെ ഉണ്ടായ അനുഭവത്തിൽ വളരെ നന്ദി പറയുന്നു. ഞാൻ ശോഭന കുമാരി. 2018 ഹെൽത്ത് സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്ത ആളാണ്. 2018 തന്നെ ഞാൻ ഈ ഒരുമ എന്ന സംഘടനയിൽ ചേരുകയായിരുന്നു. പൊതുവെ മതമോ രാഷ്ട്രീയമോ ഇല്ലാത്ത ഒരു സംഘടന ആയതുകൊണ്ട് തന്നെ ഇതിൽ വരുന്നതിനും അതിൽ സജീവമായി നിൽക്കുന്നതിനും എനിക്ക് വളരെ താല്പര്യമാണ്. അതുപോലെ തന്നെ ഇതിൽ കൂടി ഞങ്ങൾക്ക് പല പല യാത്രകളും പോകാൻ പറ്റി. ജീവിതത്തിൽ ഒരിക്കലും സാധ്യമാകുമെന്ന് കരുതാതിരുന്ന കാശ്മീർ യാത്രയും അതുപോലെ തന്നെ ധനുഷ്കോടി, രാമേശ്വരം എല്ലായിടം തന്നെ ഞങ്ങൾക്ക് പോകുന്നതിനും സാധിച്ചു. അങ്ങനെ യാത്രകളെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയത് തന്നെ ഈ ഒരുമയിൽ എത്തിയതിന് ശേഷമാണ്. ഞാൻ ബിന്ദു, ഞാനൊരു റിട്ടയർഡ് ടീച്ചറാണ്. ഞാൻ ഈ ഒരുമയിൽ വന്നിട്ട് വളരെ കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ. എങ്കിലും ഇതിനെക്കുറിച്ച് നേരത്തെ ചെറിയൊരു അറിവൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോൾ ഒത്തിരി നല്ല ആളുകളുമായിട്ട് കൂട്ടുകൂടാനും എല്ലാം കഴിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട്. എൻ്റെ പേര് കോമളവല്ലി. ഞാൻ 3 വർഷമായി ഒരുമയിൽ ചേർന്നിട്ട്. മിക്കവാറും യാത്രകളൊക്കെ എനിക്ക് വലിയ ഇഷ്ടമാണ്. ഈ 3 വർഷം കൊണ്ട് വളരെ കൂടുതൽ യാത്ര, പോകാൻ സ്ഥലങ്ങളൊക്കെ കുറവായി. അത്രയ്ക്ക് യാത്ര പോയി.
സ്റ്റാർട്ടിങ് 1 വർഷം കഴിഞ്ഞ് ഞാൻ വരാൻ തുടങ്ങിയതാണ്. ഗായിക അല്ലെങ്കിലും എനിക്ക് വലിയ ഇവിടെ വന്ന് പാടുന്നതുകൊണ്ട് ഞാനൊരു പാട്ട് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ. എൻ സ്വരം പൂവിടും ഗാനമേ, എൻ സ്വരം പൂവിടും ഗാനമേ, ഈ വീണയിൽ നീ അനുപല്ലവി. 2015 മാർച്ചിലാണ് ഞാൻ പെൻഷനായത്. അത് കഴിഞ്ഞ് ഒരുമ തുടങ്ങിയ കാലത്ത് തന്നെ ഞാൻ അതിനകത്ത് മെമ്പർഷിപ്പൊക്കെ എടുത്തിരുന്നു. പിന്നീട് ഇടയ്ക്കൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം കൊണ്ട് പോകാതിരുന്നിട്ടുണ്ടെങ്കിലും ഒരുമയ്ക്കായിട്ട് പോകുന്നത് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. പിന്നെ ഇടയ്ക്കൊക്കെ ഇതുപോലെ ടൂറിനൊക്കെ പോകാറുണ്ട്. ഒരുമയുടെ തുടക്കകാലം മുതൽ തന്നെ ഞാൻ ഇതിനകത്ത് അംഗമാണ്. പെൻഷനായി കഴിഞ്ഞാൽ വീട്ടിലിരിക്കുന്ന ഒരു സ്ഥിതിയായിരുന്നു പണ്ടൊക്കെ. ഇപ്പം ഇതിനകത്ത് വന്നതിന് ശേഷം ഒരു പാട്ട് പോലും മൂളാൻ അറിയാൻ മേല, ഡാൻസ് കളിക്കാൻ അറിയാൻ മേല, തിരുവാതിര കളിക്കാൻ അറിയാൻ മേല. അങ്ങനെ ഇരുന്ന അവസ്ഥയിൽ നിന്ന് എല്ലാ പരിപാടികൾക്കും എന്തെങ്കിലുമൊക്കെ പങ്കെടുത്ത് സന്തോഷിക്കുകയാണ് ഇപ്പോഴത്തെ ഒരു സ്ഥിതി. പിന്നെ യാത്ര പോകാനൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടമാണ്. മക്കൾ ഒക്കെ ദൂരെ ജോലി സ്ഥലത്തൊക്കെ ആയിരിക്കുമ്പോൾ നമുക്ക് ഈ കൂട്ടായ്മ വഴി കൂട്ടുകാരോടൊത്ത് സന്തോഷിച്ച് യാത്ര ചെയ്യാൻ എപ്പോഴും ഒരു പ്രതീക്ഷയാണ്. മക്കളും അതിന് ഫുൾ സപ്പോർട്ടാണ്. അങ്ങനെ വളരെ സന്തോഷിച്ച് കഴിയുന്നു. ഇതിന് തുടക്കം കുറിച്ച ജോർജ് തോമസ് സാറിനോട് പ്രത്യേകം നന്ദി പറയുന്നു. ഞാൻ ഈ ഒരുമയിൽ വന്നിട്ട് 1 വർഷമായുള്ളൂ. പെൻഷനായിട്ട് വീട്ടിലിങ്ങനെ ബോറടിച്ചിരിക്കുന്ന സമയത്താണ് ഇതിനെക്കുറിച്ച് അറിഞ്ഞ് ഒരുമയിൽ വന്നത്. എന്തായാലും ഒരുമയിലെ എല്ലാ പരിപാടികളും ഞാൻ വളരെയധികം എൻജോയ് ചെയ്യുന്നുണ്ട്. എല്ലാ മാസവും ഒരു മീറ്റിംഗ് ഉണ്ട്. അതിൽ പാട്ട്, ഡാൻസ്, തിരുവാതിര, എല്ലാവിധ കലാപരിപാടികളും എല്ലാമുണ്ട്. നമ്മൾ സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുന്ന കാലത്ത് ചെറുതായിട്ട് പാട്ടൊക്കെ മൂളുകയും ഡാൻസ്, തിരുവാതിരയൊക്കെ കളിക്കുമായിരുന്നു. പക്ഷേ ജോലിയോടുള്ള ബന്ധത്തിൽ പിന്നെ ആ വശത്തോട്ടൊന്നും എത്തി നോക്കിയിട്ടേ ഇല്ല. ഇപ്പോൾ ഓണം, ക്രിസ്മസ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ വളരെ ആർഭാടപൂർവ്വം ഒരുമയിൽ ആഘോഷിക്കാറുണ്ട്. ആ സമയത്ത് ഞങ്ങൾ പറ്റാവുന്ന പരിപാടികളിലൊക്കെ ചേരും. എന്തായാലും പഴയ ഒരു കോളേജ് ജീവിതത്തിലേക്ക് തിരിച്ചു പോകുന്ന ഒരു പ്രതീതി ഞങ്ങൾക്ക് പ്രായമായെന്നുള്ള ഒരു തോന്നലില്ലാതെ ഞങ്ങൾ വളരെയധികം എൻജോയ് ചെയ്യാൻ ഈ ഒരുമ സഹായിക്കുന്നുണ്ട്. ഞാൻ ആക്ച്വലി ഒരുമ കൂട്ടായ്മയുടെ ഒരു അംഗമല്ല, പക്ഷെ ഒരു വെൽവിഷറാണ് താനും. എനിക്ക് സത്യത്തിൽ അസൂയ തോന്നുന്നതും ജോർജ് സാറിനോട് തന്നെയാണ്. അതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ പക്ഷേ മാഡത്തിനാണ്. കാരണം ജോർജ് സാറിന് ഇങ്ങനെ ഇത്ര പെണ്ണുങ്ങളുടെ കൂടെ ഇങ്ങനെ അഴിഞ്ഞാടാൻ വിടുന്നതിൻ്റെ ഒരു ക്രെഡിറ്റ് മുഴുവൻ മാഡത്തിനാണ്. പക്ഷേ ഇത്രയും പേരെ കൈകാര്യം ചെയ്യാമെന്ന് പറയുന്നൊരു പ്രത്യേക അത്ഭുത സ്ഥിതിയായിട്ട് ഞാൻ പലപ്പോഴും വൈഫിനോട് പറയാറുണ്ട്, എങ്ങനെ ഇത് മാനേജ് ചെയ്യുന്നു. നല്ല പ്രാർത്ഥന ഉണ്ടായിരിക്കും പുറകിൽ. ഏതായാലും ജോർജ് സാറിന് ആദ്യമായിട്ട് അഭിനന്ദനം അർഹിക്കുന്നു, അഭിനന്ദനം സമർപ്പിക്കുന്നു. പിന്നെ സ്ത്രീകളുടെ ഈ കൂട്ടായ്മ തീർച്ചയായിട്ടും ആരോഗ്യകരമാണ്. ഞാനതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളുമാണ്. കാരണം അവരുടെ ഈ കൂട്ടുകാരുടെ കൂടെയുള്ള ആ ഒരു സ്പേസ് എന്ന് പറയുന്നത് ആ ഒരു പ്രത്യേക വൈബാണ്. നമ്മൾ ഫാമിലി കൂടെ പോകുന്ന പോലെ അല്ല, കൂട്ടുകാർ കൂടുമ്പോൾ. അതുകൊണ്ട് തന്നെ ഞാൻ പലപ്പോഴും ഒഴിഞ്ഞു കൊടുക്കാറുണ്ട്, കൂട്ടുകാർ തമ്മിൽ തന്നെ ആസ്വദിച്ചു വിട്ടാന്ന് വിചാരിച്ച്.